നമസ്കാരം. നാളെ നേരം പുലരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യ സൂചനകൾ നൽകിക്കൊണ്ടായിരിക്കും. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് നാളെ. കേന്ദ്രം BJP തുടർന്നു ഭരിക്കുമോ അതോ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ഭരിക്കുമോ എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളീയർ കാത്തിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സ്വന്തം കേരളവും അതോടൊപ്പം തന്നെ CPMന്റെ ഈറ്റില്ലമായിരുന്ന ബംഗാളുമാണ്. അവിടങ്ങളിലെ സ്ഥിതി അറിയുവാനും ആകാംക്ഷയിലാണ് എല്ലാവരും. എക്സിറ്റ് പോളുകൾ പറയുന്നതനുസരിച്ച് BJPക്ക് മൂന്നാം ഊഴമെന്നും കേരളത്തിൽ CPMന് 0 മുതൽ 4 സീറ്റുകൾ വരെയുമെന്നുമാണ്. എന്നാൽ ഈ പ്രവചനങ്ങളെ പാടെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെ കണക്കനുസരിച്ച് 10 സീറ്റുകൾ വരെ കേരളത്തിൽ നിന്ന് നേടുവാൻ സാധ്യതയുണ്ടെന്നാണ് CPM നേതാക്കൾ അവകാശപ്പെടുന്നത്. അതോടൊപ്പം ബംഗാളിലും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും CPM അവകാശപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ എക്സിറ്റ് പോളുകളെ തള്ളിക്കൊണ്ട് BJP അനുകൂലികൾ രംഗത്തെത്തിയതും കൗതുകമായ കാഴ്ചയാണ്. CPM 8 മുതൽ 12 സീറ്റുകൾ വരെ നേടുമെന്നാണ് ഇവർ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി ഇന്നലെ പറഞ്ഞിരുന്നത് 12 സീറ്റുകൾ വരെ LDF നേടുമെന്നാണ്. എന്നാൽ ഇന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും RSSകാരനും കടുത്ത CPM വിരോധിയുമായ TG മോഹൻദാസ് പറയുന്നത് CPM 8 സീറ്റുകൾ വരെ നേടുമെന്നാണ്. അദ്ദേഹം എക്സിറ്റ് പോളുകളെ പാടെ തള്ളുകയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് പ്രധാനമായും വടകരയും ആറ്റിങ്ങിലും CPM ഒരു കാരണവശാലും തോൽക്കില്ലെന്നാണ്. ഇത് CPMന്റെ കണക്കിനോട് അടുത്ത സംഖ്യ തന്നെയാണ് TG മോഹൻദാസും പറയുന്നത്. എന്തായാലും CPM ഇക്കുറി ഇന്ത്യയിൽ നല്ല സീറ്റുകൾ നേടുമെന്നും പാർട്ടി ദേശീയ ചിഹ്നം നിലനിർത്തുമെന്നും CPMന്റെ ദേശീയ നേതാക്കളും അവകാശപ്പെടുന്നു. 15 സീറ്റുകൾ വരെ ഇന്ത്യയിൽ മൊത്തത്തിൽ CPM ഇക്കുറി നേടുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്തായാലും പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടുമെന്നോ പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുമെന്നോ CPM നേതാക്കൾ കരുതുന്നില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബംഗാളിലെ തിരിച്ചുവരവ് തന്നെയായിരിക്കും പാർട്ടിയുടെ മുൻപിലുള്ളത്. ഒന്നോ അധികമോ സീറ്റുകൾ ലഭിച്ചാൽ പോലും CPM എന്ന പാർട്ടിക്കും ഇടതുപക്ഷത്തിനും തിരിച്ചുവരവിൻ്റെ സുഗമമായ പാത ഒരുക്കുന്നതായിരിക്കും ബംഗാളിൽ. അതോടൊപ്പം തന്നെ പാർട്ടി കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ത്രിപുര. 2 സീറ്റുകളുള്ളവിടെ ഇന്ത്യ സഖ്യത്തിൽ ഒന്ന് CPMും ഒന്ന് കോൺഗ്രസുമാണ് തിരിച്ചത്. അവിടെ CPM വിജയിക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. എന്തായാലും CPMന്റെ അവകാശവാദം 15 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ്. കേരളത്തിൽ നിന്നും 10 സീറ്റുകൾ വരെയും ബംഗാളിൽ നിന്നും 4 സീറ്റുകൾ കുറഞ്ഞതും അവർ പ്രതീക്ഷിക്കുന്നു.